ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചക്കയുടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ടേസ്റ്റ്. റവയും അരിപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത ചക്കയുടെയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമ്മൾ കുറച്ച് പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ചക്കയിൽ പകുതി നമ്മൾ കഴിച്ചു കഴിഞ്ഞു. എന്നാലും ബാലൻസ് ഉണ്ടായിരുന്ന കുറച്ച് ചക്ക എടുത്തിട്ട് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ താമസിക്കുന്ന പുതിയ വീട്ടിലാണ്, അതുകൊണ്ട് തന്നെ മിക്സി ഇല്ലാത്തതുകൊണ്ട് ചക്കേനെ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിനെ ആവിയിൽ വേവിച്ചെടുത്ത് അട ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായിട്ട് നമ്മൾ റവയും പഞ്ചസാരയും അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഒരു ചക്കയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള മധുരം ചേർത്താൽ അതിനായിട്ട് പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാര ചേർത്തുമ്പോൾ ചക്കയുടെ ആ മധുരം കൂടി കണക്കിലെടുത്തിട്ട് വേണം പഞ്ചസാര ചേർത്താൻ. ആവശ്യത്തിനുള്ള മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്താം. അടുത്തായിട്ട് ചേർത്തേണ്ടത് തേങ്ങയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അടുത്തത് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്ന അരിപ്പൊടിയാണ്. അതേപോലെ അടുത്തത് റവയും അരിപ്പൊടിയും ഏകദേശം ഒരേ അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. റവ ചേർത്തുന്നതുകൊണ്ട് തന്നെ നല്ലൊരു തരി ഉണ്ടാവും, കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഫുള്ളായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം എൻ്റെ കയ്യിൽ ജീരകവും ഏലക്കയും ഇല്ലാത്തതുകൊണ്ട് ഞാനത് ആഡ് ചെയ്തില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ആഡ് ചെയ്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ വാഴയിലയിലാണ് ഈ ഒരു അട ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബോളാക്കി വെച്ചിരിക്കുന്ന ഇതിൽ നിന്നും കുറച്ച് മാത്രം എടുത്തിട്ട് ആവശ്യത്തിനുള്ളത് നമ്മൾ ആ ഒരു വാഴയിലയിലേക്ക് പരത്തി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചക്കയട റെഡി ആയിട്ടുണ്ട്. നോർമലായിട്ട് ഇടനയില കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇടനയിലയുടെ ടേസ്റ്റും ഈ ഒരു ചക്കയുടെ ടേസ്റ്റും കൂടി നന്നായിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ഇടനയില കിട്ടാത്തതുകൊണ്ട് ഞാൻ വാഴയിലയിൽ ചെയ്യുന്നു. നോർമലായിട്ട് അട ഉണ്ടാക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു.